എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പണി കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ അടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയോ അതല്ലെങ്കിൽ വയറുവേദന കൊണ്ട് പണിപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. ഞാൻ ഇന്നത് പറയാൻ കാരണം തിരുവനന്തപുരത്ത് ഉള്ള കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് പേരിലേക്ക് എത്തും. ഒരുപാട് പേര് അറിയേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് പേര് അറിഞ്ഞും കാണും. കാരണം ഈ ഒരു വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത് അൽഫുഡി സൂരജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ സൂരജ് തിരുവനന്തപുരത്തുള്ള പട്ടത്തുള്ള KFCയിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ സൂരജിനുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സൂരജിന് മാത്രമല്ല, ആ സമയത്ത് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരാൾ പ്രതികരിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും സൂരജിന്റെ വീഡിയോ ഒന്ന് കാണാം. KFCയിൽ പുഴുത്ത ചിക്കൻ. നമ്മുടെ തിരുവനന്തപുരം പട്ടം കേശവദാസപുരത്തുള്ള KFCയിലാണ് പുഴുത്ത ചിക്കൻ കിട്ടിയത്. എനിക്കാണ് കിട്ടിയത്. നല്ല പുഴുത്ത് നാറിയ ചിക്കനാണ് എനിക്ക് കിട്ടിയത്. വാ നോക്കാം. 4 ദിവസം കഴിഞ്ഞിരിക്കുന്ന ബോഡി ഇത്രയും നാർത്തിട്ട് മനസ്സിലായി. അമ്മാതിരി നിങ്ങൾ എടുത്തിട്ട് പോയി റീഫണ്ട് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്യും, പെട്ടെന്ന് ചെയ്യും. നല്ല സാധനം കൊടുക്കണ്ടേ? ഒരുമാതിരി എന്തോ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് KFC പോയത്. ഏപ്രിൽ 11 ഓർഡർ ചെയ്ത് ടേബിളിൽ വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നാറ്റം ഓടിച്ചു തുടങ്ങിയത്. നാറ്റം എന്നൊക്കെ പറഞ്ഞാൽ എലി ചത്ത് നാറിനേക്കാട്ടി അത്രയും മോശമായിട്ടാണ് നാറുന്നത്. അപ്പൊ തന്നെ നേരെ നൈസായിട്ട് കൗണ്ടറിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ ഇത് പഴയ ബാച്ച് ചിക്കനാണ്, പുതിയ ബാച്ച് ചിക്കൻ ഉണ്ട്, അത് പൊരിച്ചിട്ട് തരാ സാറേ എന്ന്. അയ്യോ സാറിന് വേണ്ടേ, സാറിനുള്ള പൈസ ഊരും തന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ദേണ്ട പട പോലെ പിറകെ വരുന്ന ആൾക്കാർ, അവർക്ക് എല്ലാവർക്കും കിട്ടിയത് ഈ അഴുകി പുഴുത്ത ചിക്കൻ. ഒറ്റ വിഷമേ ഉള്ളൂ. അവിടെ ചില കൊച്ചു പിള്ളേരൊക്കെ വന്നിരുന്ന് കഴിക്കും. അതുപോലെ ഒരു ഗർഭിണിയായ ചേച്ചി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കഴിക്കണ കാണുമ്പോൾ വിഷമം തോന്നി. അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ആരും കഴിക്കാൻ പോകരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെ അതെ, എനിക്കറിയാം. ഞാൻ പുള്ളി കാണുന്നതാണ്. കാരണം നമ്മൾ ഫുഡ് പോയ്സൺ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആ രീതി ഞാൻ കഴിച്ചു. എനിക്ക് വായിൽ എന്തോ ഒരു ഇത് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ വായൊക്കെ കഴിയിട്ട് വന്നു. എനിക്ക് നെഗറ്റീവ് വീഡിയോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറയും പൈസ മേടിക്കാത്തതാണെന്ന് പറയും. വലിയ പ്രശ്നം, നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ വയറ്റിൽ ചെല്ലുന്ന സാധനമാണ്. ഇത് ഞാൻ കഴിച്ചു. എനിക്ക് വായിൽ എന്തോ ഒരു ഇത് ഫീൽ ചെയ്ത് ഞാൻ ഇപ്പൊ വായൊക്കെ കഴിയിട്ട് വന്നു. ഞാൻ ആ പീസ് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്. പണിയാണോ? വെനസ്ഡേ ഓഫർ ഉണ്ട്. അപ്പൊ നമ്മൾ കഴിക്കാൻ വരാത്തത് ചിലപ്പോ വെനസ്ഡേ ഒക്കെ ഈ പഴകിയ ഇതൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ട് അതങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് അല്ലാത്ത ദിവസം വായിൽ നമ്മൾ ഒരുമാതിരി ആയിപ്പോയി. കാരണം ഇനി നമുക്ക് കഴിക്കാനാവില്ല. ഫുഡ് വേണ്ട. കാരണം ഇനി അത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. എന്റെ വായ ഒരുമാതിരി ആയിപ്പോയി. നല്ല സാധനം കേട്ടോ, പറഞ്ഞു. അപ്പൊ അതല്ലേ ആദ്യം തരേണ്ടത്, അല്ലെ അതല്ലേ കൊടുക്കാവൂ. അവര് പറഞ്ഞ ഇതില് പ്രശ്നമില്ല, ഇതിൽ സ്മെല്ലുണ്ട്. ഇതിന് പറ്റി കഴിഞ്ഞാൽ അവൻ കഴിച്ച് പിള്ളേരാണ് എന്തെങ്കിലും ഒരു അത് ചിക്കൻ പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു. ഒരു 1-2 ദിവസം കഴിഞ്ഞ് ഒരു എലി ചത്ത് കിടന്നാലും ഒരു റെഡ് ബോഡി കിട്ടിയ ഇത്രയും സ്മെല്ലായിരുന്നു. അമ്മാതിരി സ്മെല്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിക്കുകയും ചെയ്തു. കുഞ്ഞിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് കൊടുത്തിട്ട് റീഫണ്ട് മേടിച്ചിരിക്കുകയാണ്. അപ്പൊ അവർ തന്നെ പറയുന്നു, ഇത് കൊടുത്തപ്പോഴത്തെ അവർ പറയുവാണ് സെക്കൻഡ് ബാച്ച് എന്തോ അങ്ങനെ എന്തോ അവർ പറയും വേറെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് നല്ലതെന്ന് അവർ തന്നെ പറയുന്നു. അപ്പൊ നല്ലതല്ലേ ആദ്യം തരേണ്ടത്. കേടായതായത് റീഫണ്ട് മേടിക്കുവാണ്. ഓക്കെ, പക്ഷെ കുറച്ച് കഴിച്ചു. കുഞ്ഞിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിൽ ടേക്ക് ഡേറ്റ് ഏപ്രിൽ 11 ഇന്നാണ് സംഭവം. ഉച്ചയ്ക്ക് 3 മണി കാശ് മേടിച്ചിട്ട് ഇമാതിരി സാധനം തരുന്ന അതുമാതിരി സ്മെല്ല്. എല്ലാ പീസും കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. എല്ലാവരും തിരുവനന്തപുരത്ത് പട്ടത്തുള്ള KFCയിൽ ഉണ്ടായ ഒരു അനുഭവമാണ് സൂരജ് ഇത് പങ്കുവച്ചിരിക്കുന്നത്. ശരിക്കും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം സൂരജ് പറഞ്ഞ പ്രകാരം ആണെങ്കിൽ കുട്ടികൾ വരെ, ഗർഭിണികൾ വരെ ഈ സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. KFC എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ബ്രാൻഡ്, അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ആ എൻറ്റയർ ബ്രാൻഡിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനെതിരെ അധികാരികൾ എന്ത് നടപടിയെടുത്തു? ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതൊരു വാർത്തയായിട്ടില്ല. ഇതിനെ സംബന്ധിക്കുന്ന വാർത്തകളൊന്നും കണ്ടുമില്ല. സാധാരണ ഇതുപോലത്തെ ഒരു വിഷയം വരുമ്പോഴേക്കും ഉടനെ മീഡിയക്കാരെല്ലാം അവിടെ എത്തി അത് വാർത്തയാക്കി ചർച്ചയാക്കി വലിയ വിഷയങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഇതങ്ങനെ വാർത്തയായി കണ്ടിട്ടില്ല. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകൾ എന്ന് പറയുന്നത് മറ്റു പല വാർത്തകളും വന്നുകൊണ്ടായിരിക്കാം നമ്മളിത് കണ്ടില്ല. സൂര്യ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഇനി അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആൾക്കാരൊന്ന് അലേർട്ടാവും. പഴകിയ ഫുഡ് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഇന്ന് പല ഹോട്ടലുകളിലും കൊടുക്കുന്നതും അങ്ങനെയാണ്. തലേ ദിവസത്തെ ഫുഡ് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് അന്നത്തെ ഫുഡിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. ശരിക്കും ആളുകളെ പറ്റിക്കുന്നതല്ലേ. ഇനി ഇവിടെ KFCയുടെ
പ്രോഡക്റ്റ് അങ്ങനെയാണെന്ന് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കുകയാണ്. അറിയില്ല എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും കുട്ടികളൊക്കെ വന്ന് കഴിക്കുന്നതല്ലേ, അവരുടെ കാര്യങ്ങളും ചിന്തിക്കണമല്ലോ. കുട്ടികളെക്കാൾ ഉപരി മനുഷ്യർ കഴിക്കുന്നതല്ലേ, ഭക്ഷണമല്ലേ. ഭക്ഷണത്തിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്ന് അല്ലെങ്കിൽ ഫുഡ് പോയിസൺ അടിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്ക് പോയി, ആ കുടുംബത്തിന് പോയി. ഇത്തരം ഷോപ്പുകൾക്കെതിരെ അധികാരികൾ എന്തായാലും നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം പലരും കണ്ടില്ലെന്ന് നടിക്കും, ഇവരുടെ നിന്നൊക്കെ കാശ് മേടിച്ചിട്ട് നടപടി എടുക്കില്ല. സാധാരണക്കാരുടെ കടകളിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ ഉടനെ അവിടെ എത്തും. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് നമ്മുടെ തമ്പാനൂർ ഒരു ഹോട്ടലിൽ വെള്ളം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് നടപടി എടുത്തു, ഹോട്ടൽ പൂട്ടിച്ചു. പക്ഷേ ഇവിടെ ഇതിനെതിരെ എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? അതാണ് എൻ്റെ ചോദ്യം. നടപടി എടുക്കേണ്ടതല്ലേ? നിങ്ങൾ പറയുക, നടപടി എടുക്കേണ്ടതല്ലേ? ശരിക്കും ആ KFCയുടെ ബ്രാഞ്ച് പൂട്ടേണ്ടതാണ്, അത് ഷട്ട് തന്നെ വേണം. ഇത് KFCയുടെ പ്രശ്നമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അവിടുത്തെ സ്റ്റാഫുകൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാത്തതിൻ്റെയും ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇനി ഇപ്പോൾ സംസാരിച്ച ആ ചേട്ടൻ തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്, നമുക്ക് അതുകൊണ്ട് കേൾക്കാം. ഓക്കെ. ഇപ്പൊ നമ്മള് വന്നിട്ട് മേടിച്ചിട്ട് അത് ചിക്കൻ പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരുന്നു. ഒരു 1-2 ദിവസം കഴിഞ്ഞ് ഒരു എലി ചേർത്ത് കിടന്നാൽ ഒരു റെഡ് ബോഡി കിട്ടിയ ഇത്രയും സ്മെല്ലായിരുന്നു, അതുമാതിരി സ്മെല്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിക്കുകയും ചെയ്തു. കുഞ്ഞിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് കൊടുത്തിട്ട് റീഫണ്ട് മേടിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെന്നെ പറയുന്നു ഇത് റീഫണ്ട് മേടിക്കുന്നതിൽ മാത്രം തീരുന്ന കാര്യമല്ല. ശരിക്കും ഇത് കംപ്ലൈൻറ്റ് കൊടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് വന്ന് ഇത് ചെക്ക് ചെയ്ത് അവിടെയുള്ള മറ്റ് ഭക്ഷണങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കി ആ ബ്രാഞ്ച് സീൽ ചെയ്യേണ്ട കാര്യമാണ്. ഇതിപ്പോൾ റീഫണ്ട് മേടിച്ചിട്ട് അവർക്ക് അതുവഴി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ വന്ന് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? സൂര്യന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ ഫർദർ അപ്ഡേഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയൊക്കെ കൊടുത്തപ്പോഴത്തെ അവർ പറയുകയാണ് സെക്കൻഡ് ബാച്ച് എന്തോ അങ്ങനെ എന്തോ അവർ പറയും വേറെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് നല്ലതെന്ന് അവരെന്നെ പറയുന്നു. അപ്പൊ നല്ലതല്ല ആദ്യം തരേണ്ടത്. കേടായത് ആദ്യം റീഫണ്ട് മേടിക്കുമോ? ഓക്കെ. പക്ഷെ കുറച്ച് കഴിച്ചു, ഇങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിൽ ടേക്ക് ചെയ്യും. ഡേറ്റ് എന്നാണ്? ഇന്ന് ഡേറ്റ് ഇന്ന് 11 ഏപ്രിൽ 11. ഇന്നലെ സമയം ഉച്ചയ്ക്ക് 3 മണി. മനസ്സിലായി. അപ്പൊ അവര് കാശ് മേടിച്ചിട്ട് ഇമാതിരി സാധനം തരുന്ന അതുമാതിരി സ്മെല്ല. എല്ലാ പീസും കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. എല്ലാവരും ഒരു സിംഗർ ഓർഡർ ചെയ്ത് അതും സ്മെല്ല. അതാണ് കുഞ്ഞ് കഴിച്ചത്. ഇനി എന്താണെന്നുള്ള നോക്കാം. എന്നാലും ബില്ല് ഞങ്ങൾ ഓൺലൈൻ ബില്ലുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ഈടാക്കിയിട്ടാണ് KFCയിലൊക്കെ ഫുഡ് കൊടുക്കുന്നത്. KFC മാത്രമല്ല, ഒരു ബ്രാൻഡിനെ മാത്രം പറയുന്നതല്ല, ഇത്തരം സ്ഥാപനങ്ങൾ ഇപ്പോൾ KFC ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കിങ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഇത്തരം ഫുഡ് ഐറ്റംസ് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം, ശരിക്കും എല്ലാ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന സ്ഥലങ്ങളിലും, ഹോട്ടൽസ് ആയിക്കോട്ടെ, എവിടെയും തട്ടുകടകളായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഭക്ഷണമായതുകൊണ്ട് തന്നെ ഒരുപാട് കെയർ ചെയ്യണം. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല. പല തട്ടുകടകളുടെ മുന്നിൽ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കടയുടെ മുന്നിൽ പോയിട്ട് നാരങ്ങളും കുടിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ ആ കടയുടെ ഫ്രണ്ടിൽ ഭയങ്കര സ്മെല്ലായിരുന്നു. എന്തിൻ്റെ സ്മെല്ലാണെന്ന് അറിയത്തില്ല. അടി കൂടെ പോകുന്ന കാനയുടെ സ്മെല്ലാണോ, അവിടെ സൈഡിൽ വേസ്റ്റ് ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്മെല്ലാണോ, എന്താണെന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ സ്മെല്ലുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആ കടക്കാരും അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഈ പറയുന്ന KFC പോലത്തെ വലിയൊരു ബ്രാൻഡിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് അവരത് അലേർട്ട് ആവേണ്ടതാണ്. ഇതിന് മുൻപും KFCയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ബ്രാഞ്ചിൽ നിന്നല്ല, പല സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ആൾക്കാർ വേണ്ട നടപടികൾ പ്രോപ്പറായിട്ട് സ്വീകരിക്കാത്തതുകൊണ്ട് തന്നെയാണ്. കട അടച്ചാൽ പോലും അല്ലെങ്കിൽ ഷോപ്പ് അടച്ചാൽ പോലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവരത് തുറക്കുന്നു. ആ തുറക്കുന്ന സമയത്ത് വേണ്ട കരുതലെടുത്തിട്ടാണ് തുറക്കുന്നത് എന്നൊന്നും ആരും അന്വേഷിക്കാറില്ല. പിന്നെ അവിടെ എന്തെങ്കിലും അടുത്തൊരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഇതൊരു ചർച്ചയാവുന്നത്. ഇതൊരു വലിയ ഇഷ്യൂ ആണ്, പ്രത്യേകിച്ച് ടൗണുകളിൽ. ഗ്രാമങ്ങളിൽ പിന്നെ അന്നുള്ള ഭക്ഷണം കൊടുക്കാറുണ്ടാവും, പക്ഷേ ടൗണുകളിൽ അങ്ങനെയല്ല. ബാക്കി വരുന്ന ഫുഡ് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ച്, എനിക്കറിയുന്നൊരു കാര്യമാണ്, ഈ പല സാധനങ്ങളും ബാക്കി വന്നു കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം മറ്റ് പലഹാരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. സോ ഇത് അധികാരികൾ എന്തായാലും ടേക്കപ്പ് ചെയ്ത് വേണ്ട നടപടി എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എടുക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ എഴുതുക.